ലക്ഷദ്വീപിലേക്കുള്ള യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി നിർമ്മിച്ച പുതിയ കപ്പൽ MV കോറൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി രാഷ്ട്രത്തിനായി സമർപ്പിച്ചു. 400 പേർക്ക് യാത്ര ചെയ്യാനാകുന്ന കപ്പൽ ശ്രീലങ്കയിലെ കൊളംബോ ഡോക്യാർഡിലാണ് നിർമ്മിച്ചത്. ലക്ഷദ്വീപ് യാത്രക്കാർക്ക് മാത്രമായി നിർമ്മിച്ച വാർഫിന്റെ ഉദ്ഘാടനവും ഗഡ്കരി നിർവഹിച്ചു. ഏതു കാലാവസ്ഥയെയും അതിജീവിക്കാൻ കഴിവുള്ള തരത്തിൽ ആധുനിക രീതിയിലാണ് MV കോറൽസ് നിർമ്മിച്ചിരിക്കുന്നത്. 400 പേർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന MV കോറൽസ് കഴിഞ്ഞ ഡിസംബർ 8-ന് ആദ്യ സർവീസ് നടത്തിയിരുന്നു. 10 ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ ബർത്ത്, 40 സെക്കൻഡ് ക്ലാസ് ക്യാബിൻ ബർത്ത്, 350 ബങ്ക് ക്ലാസ് ബർത്ത് എന്നിവയാണ് കപ്പലിലുള്ളത്. ലക്ഷദ്വീപിനും കൊച്ചിക്കും ഇടയിലായാണ് MV കോറൽസിന്റെ സർവീസ്. ആധുനിക രീതിയിൽ നിർമ്മിച്ച പുതിയ കപ്പൽ വന്നതോടെ ലക്ഷദ്വീപിലേക്കുള്ള വർഷകാലത്തെ യാത്രാക്ലേശങ്ങൾക്കും അറുതി വരും. കൊച്ചിൻ തുറമുഖ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി കപ്പൽ രാഷ്ട്രത്തിനായി സമർപ്പിച്ചു. ലക്ഷദ്വീപ് യാത്രക്കാർക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച വാർഫിന്റെ ഉദ്ഘാടനവും ഗഡ്കരി നിർവഹിച്ചു. Our Prime Minister always feel that the politics of 21st century is the politics for progress and development. And as far as our government is concerned, we don't want to mix up politics with development. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പിന്നീട് കൊച്ചി തുറമുഖ ആസ്ഥാനത്തും ഷിപ്പ്യാർഡിലും സന്ദർശനം നടത്തി. റിപ്പോർട്ടർ, കൊച്ചി.